വെളുത്തുള്ളിയുടെ തൊലി എങ്ങനെ എളുപ്പത്തിൽ കളയാമെന്ന് നോക്കാം. നമുക്ക് ചെറിയ വെളുത്തുള്ളി ആണെങ്കിലാണ് നമ്മള് വെളുത്തുള്ളിയുടെ തൊലി കളയാൻ ബുദ്ധിമുട്ടാറുള്ളത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തൊലി കളഞ്ഞെടുക്കാം. പക്ഷെ എപ്പോഴും നമുക്ക് വലിയ വെളുത്തുള്ളി ആയിരിക്കില്ല, ചെറിയ വെളുത്തുള്ളി യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനാണെങ്കിലും കറികൾ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ചെറിയ വെളുത്തുള്ളിയാണ് നമ്മുടെ കറികൾക്കും അച്ചാറിനും എല്ലാം നല്ല ടേസ്റ്റ് തരുന്നത്. നമ്മളിപ്പോ സാധാരണയായിട്ട് വെളുത്തുള്ളി ഇവിടെ ഞാൻ ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ്, രണ്ട് അറ്റവും കട്ട് ചെയ്തിട്ടാണ് വെളുത്തുള്ളിയുടെ തൊലി പൊളിച്ചെടുക്കുക. അപ്പൊ നമ്മൾ വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരു മുറത്തിലോ ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിലോ വെളുത്തുള്ളി അല്ലികളായിട്ട് അടർത്തിയിടുക. അതിനുശേഷം കുറച്ച് എണ്ണ അതിൽ തടവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ തൊലിയിൽ മുഴുവൻ നന്നായിട്ട് എണ്ണയാവുക. ചൂടുള്ള വെയിലിൽ വെച്ചിട്ട് നന്നായിട്ട് വെയിൽ കൊണ്ടു കഴിയുമ്പോൾ ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് വെയിൽ കൊണ്ടു കഴിയുമ്പോൾ ഈ വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് പതുക്കെ തിരുമ്മി കഴിഞ്ഞാൽ തന്നെ അതിന്റെ തൊലിയെല്ലാം ഇളകി മാറും. അതുപോലെ തന്നെയാണ് നമ്മൾ വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ട്, വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ട് വെക്കാം, ഇപ്പൊ അല്ലികളായിട്ട് അടർത്തിയിട്ട് ഇട്ട് വെക്കാം. അപ്പൊ നമ്മള് വെള്ളത്തില് വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി എടുക്കുകയാണെങ്കിൽ ആ വെളുത്തുള്ളിയുടെ തൊലി വെളുത്തുള്ളിയിൽ നിന്ന് ഇളകി മാറി കിട്ടും. അങ്ങനെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി കളയാം. ഇവിടെ വെളുത്തുള്ളി മുറിക്കാൻ വേണ്ടിയിട്ട് കിച്ചൂസ് എനിക്ക് ചെയ്തു തരുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. കിച്ചൂസിന് ഇഷ്ടപ്പെട്ട ഡിഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മള് ചൈനീസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കിച്ചൂസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെയുള്ള ഡിഷൊക്കെ കഴിക്കാൻ. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും. അതില് വെളുത്തുള്ളിയൊക്കെ വേഗം മുറിച്ചു തരും, ഇഞ്ചി മുറിച്ചു തരും. നമ്മള് വെളുത്തുള്ളി അല്ലികളാക്കിയിട്ട് ചോപ്പിംഗ് ബോർഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൊത്തി അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഊതിയാൽ മതി, ആ വെളുത്തുള്ളിയുടെ തൊലി നന്നായിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുത്തിട്ടൊന്ന് ഇങ്ങനെ തിരുമ്മിയാൽ മതി, അത് വെളുത്തുള്ളിയുടെ തൊലി പോയി കിട്ടും. പിന്നെ എന്റെ ഹസ്ബൻഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്, അതും വേറെ എളുപ്പവഴിയാണ് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഉണ്ട വെളുത്തുള്ളി അങ്ങനെ തന്നെ എടുക്കുക, ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇത് കമിഴ്ത്തി വെക്കും. വെളുത്തുള്ളിയുടെ ആ ഒരു വാൽഭാഗം വരുന്ന ഭാഗം നമ്മൾ കയ്യിൽ പിടിക്കുന്ന രീതിയിൽ പിടിച്ചിട്ട് വെളുത്തുള്ളിയുടെ കടഭാഗം താഴ്ത്താക്കി വെച്ചിരിക്കും. എന്നിട്ട് കത്തി കൊണ്ട് നീളത്തിൽ ഇങ്ങനെ കറക്കി കൊടുക്കും. വെളുത്തുള്ളിയുടെ ആ ഉണ്ടയെ പതുക്കെ കറക്കി കൊടുക്കും. അത് കത്തി യൂസ് ചെയ്തിട്ട് നീളത്തിൽ നമ്മളിപ്പോ സവാളയൊക്കെ സ്ലൈസ് ചെയ്യുന്ന പോലെ അരിഞ്ഞെടുക്കും. അതിനുശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ട് തിരുമ്മിയാലും വെളുത്തുള്ളിയുടെ തൊലി നന്നായിട്ട് പോയി കിട്ടും. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി കളയാം. പിന്നെ ഒരു എളുപ്പവഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് ഉള്ളി മുളകൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, കല്ലിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ചതിന് ശേഷം ഒന്ന് കൈകൊണ്ട് തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി വേറെ തൊലി വേറെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പല വഴികളുണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും വഴികളൊക്കെ യൂസ് ചെയ്തിട്ട് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ കറികളിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ ഇപ്പൊ നമ്മള് വെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ടോ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുക. നമ്മള് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് എടുത്തു സൂക്ഷിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടെയ്നറിലാക്കിയിട്ട്, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു 2 ആഴ്ചത്തേക്കുള്ള വെളുത്തുള്ളി ഒരുമിച്ച് തന്നെ തൊലി കളഞ്ഞ് സൂക്ഷിച്ചു വെക്കാം. ഇപ്പൊ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിലും വെറുതെ തൊലി കളഞ്ഞിട്ട് എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറെ നാളത്തേക്ക് വെളുത്തുള്ളി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഇപ്പൊ എല്ലാവരും ഡെയിലി വെളുത്തുള്ളി എല്ലാ കറികളിലും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അധികം കറികളിൽ വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല. അപ്പൊ ഡെയിലി നമ്മൾ വെളുത്തുള്ളി യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെളുത്തുള്ളി തൊലി കളഞ്ഞാൽ നമുക്ക് സമയം കിട്ടുമ്പോൾ തൊലി കളഞ്ഞിട്ട് അടച്ചു വെക്കാം. പിന്നെ നമുക്ക് ആവശ്യം പോലെ കറികൾ ഉണ്ടാക്കുമ്പോൾ എടുത്ത് ചേർത്താൽ മതി. അതിപ്പോ ചെറുതാക്കി മുറിച്ച് വെക്കാം, ഇപ്പൊ ചോപ്പ് ചെയ്ത് വെക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലാതെ വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തു വെക്കണമെങ്കിൽ അതുപോലെയും വെക്കാം. അങ്ങനെയുള്ള കുറച്ച് എളുപ്പവഴികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുക്കിംഗ് വളരെ എളുപ്പത്തിലാക്കാം. ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.